Hi children, welcome to science class. Today we can start new lesson. Chapter name force and pressure. Chapter name force and pressure. Okay. Here you can see some pictures. What are the pictures? First one, a goalkeeper saving a goal. ഒരു goalkeeper ball save ചെയ്യുന്ന picture ആണ്. Second picture, a hockey player flicking a ball. Hockey player ball തട്ടുന്ന picture ആണ്. And third picture, a fielder stopping a ball. Third picture, ഒരു fielder ball stop ചെയ്യുന്ന picture ആണ്. Okay. What do you do to make a football move? ഒരു football move ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? What do you do to make a moving ball move faster? Move ചെയ്യുന്ന ഒരു ബോൾ കുറച്ചുകൂടി ഫാസ്റ്ററിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? How does a goalkeeper stop a ball? ഒരു ഗോൾ കീപ്പർ എങ്ങനെയാണ് ബോൾ സ്റ്റോപ്പ് ചെയ്യുന്നത്? A hockey player changes the direction of the moving ball with a flick of the stick. ഒരു ഹോക്കി പ്ലെയർ എന്താ ചെയ്യുന്നത്? മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോളിന്റെ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യാൻ എന്താ ചെയ്യുന്നത്? How do fielders stop a ball hit by a batsman? In all these situations, the ball is either made to move faster or slower or its direction of motion is changed. ഈ പറഞ്ഞ ഈ എല്ലാ സിറ്റുവേഷനിലും ബോളിന്റെ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. സ്ലോയില് വരുന്ന ബോൾ ഫാസ്റ്റില് മൂവ് ചെയ്യുന്നുണ്ട്. ഫാസ്റ്റില് വരുന്നത് സ്ലോ ആവുന്നുണ്ട്. ഈ എല്ലാ എക്സ്പെരിമെന്റിലും we often say that a force has been applied on a ball when it is kicked, pushed, thrown or flicked. ഈ പറഞ്ഞ എല്ലാ എക്സ്പീരിയൻസിലും എന്താണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വരുന്ന ഒരു ബോളിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോൾ കീപ്പർ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോളിനെ ഡിറക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഫ്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോളിനെ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. We often say that a force has been applied on a ball when it is kicked, pushed, thrown or flicked. So what is a force? എന്താ ഫോഴ്സ് എന്ന് പറയുന്നത്? A force, a push or a pull. Actions like picking, opening, shutting, kicking, hitting, lifting, flicking, pushing, pulling, etc. are often used to describe certain tasks. Each of these actions, ഈ പറഞ്ഞതൊക്കെ ഓരോ actions ആണ്. Each of these actions usually result in some kind of change in the state of motion of an object. ഒരു object, ഒരു ബോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ബോളിന് ഇപ്പൊ റെസ്റ്റിൽ ഇരിക്കുന്ന ബോളാണ്. അതിനെ എന്താണ് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താവും? അതിന്റെ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് താഴെയുള്ള ബോൾ മുകളിലേക്ക് വരുന്ന സമയത്ത് അതിനെന്താ സംഭവിക്കുന്നത്? അതിന്റെ സ്റ്റേറ്റ് ഓഫ് മോഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. റെസ്റ്റിൽ ഇരിക്കുന്ന സാധനം, അനങ്ങാതിരിക്കുന്ന സാധനം എന്താണ് മുകളിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അതിന്റെ സ്റ്റേറ്റ് ഓഫ് മോഷൻ ചേഞ്ച് ചെയ്തു, മൂവ്മെന്റ് വന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന്റെ റിസൾട്ട് ആയിട്ടാണ് വരുന്നത്. ഓക്കെ. Yes, what is first activity? Table 11.1 gives some examples of familiar situations. നമുക്ക് പരിചയമായിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻസ് ആണ് എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുള്ളത്. Involving motion of objects. You can add one or more such situations or replace those given here. Try to identify actions involved in each case as push or pull and record your observations. One example has been given to help you. കുറച്ച് ആക്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്, കുറച്ച് സിറ്റുവേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ വരുന്ന ആക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്യാം. ആ ആക്ഷൻസിനെ തന്നെ നമുക്ക് പുഷ് ആണോ പുള്ളാണോ എന്ന് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഫസ്റ്റ് വൺ, മൂവിങ് എ ബുക്ക് പ്ലേസ്ഡ് ഓൺ എ ടേബിൾ. ടേബിളിൽ വെച്ചിട്ടുള്ള ഒരു ബുക്ക് മൂവ് ചെയ്യാം. ടേബിളിൽ വെച്ചിട്ടുള്ള ബുക്കിനെ മൂവ് ചെയ്യാൻ എന്തൊക്കെ ആക്ഷൻസ് യൂസ് ചെയ്യാം? പുഷിങ്, പുഷ് ചെയ്യുന്ന സമയത്ത് ബുക്ക് മൂവ് ചെയ്യുന്നുണ്ട്. പുള്ളിങ്, പുള്ള് ചെയ്താലും ബുക്ക് മൂവ് ചെയ്യും. ലിഫ്റ്റിംഗ്, ലിഫ്റ്റ് ചെയ്താൽ ഉയർത്തിയാൽ എന്താണ് അതിന്റെ മൂവ് ചെയ്യുന്നുണ്ട്, അത് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആക്ഷൻ ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ആസ്. അപ്പൊ ഇതില് ലിഫ്റ്റ് ചെയ്യാന്ന് പറയുന്നതും പുള്ള് ചെയ്യാന്ന് പറയുന്നതും പുഷ് ചെയ്യാന്ന് പറയുന്നതും എല്ലാം കൂടെ നമുക്ക് പുഷ് പുൾ എന്നുള്ള ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്യാം, ഗ്രൂപ്പിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റും. ലിഫ്റ്റ് ചെയ്യാന്ന് പറയുന്നത് മുകളിൽ നിന്ന് എന്താ ചെയ്യുന്നത്? പുള്ള് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ.
നെക്സ്റ്റ് ഓപ്പണിംഗ് ഓർ ഷട്ടിംഗ് എ ഡോർ. ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്നതോ ഷട്ട് ചെയ്യുന്നതോ നമുക്കറിയാം പുഷിങ്ങും പുള്ളിങ്ങും ആണ് അവിടെ വരുന്നത്. സോ ആക്ഷൻസ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ആസ് പുഷ് ഓർ പുൾ. തേർഡ് വൺ ഡ്രോയിങ് എ ബക്കറ്റ് ഓഫ് വാട്ടർ ഫ്രം എ വെൽ. ഒരു വെല്ലിൽ നിന്ന് വാട്ടർ വെള്ളം എന്താക്കുന്നത്, ബക്കറ്റിലുള്ള വെള്ളം വലിച്ചെടുക്കുന്നത്. അപ്പൊ വലിക്കുക എന്ന് പറയുമ്പോൾ പുള്ളിങ്. അവിടെ വരുന്ന ആക്ഷൻ ഏതാണ്? പുൾ. ഫോർത്ത് വൺ എ ഫുട്ബോൾ പ്ലെയർ ടേക്കിംഗ് എ പെനാൽറ്റി കിക്ക്. ഒരു ഫുട്ബോൾ പ്ലെയർ പെനാൽറ്റി കിക്ക് ചെയ്യുന്നത് പുഷ് ചെയ്യാണ്. അനങ്ങാതെ നിൽക്കുന്ന ബോളിനെ തട്ടുകയാണ് ചെയ്യുന്നത്, പുഷ് ചെയ്യാണ്. അവിടെ വരുന്ന ആക്ഷൻ ഏതാണ്? പുഷിങ്. യെസ്. ഫിഫ്ത് വൺ എ ക്രിക്കറ്റ് ബോൾ ഹിറ്റ് ബൈ എ ബാറ്റ്സ്മാൻ. ഒരു ക്രിക്കറ്റ് ബോൾ ഒരു ബാറ്റ്സ്മാൻ ഹിറ്റ് ചെയ്യുന്നത് പുഷ് ചെയ്യാണ് ചെയ്യുന്നത്. ആക്ഷൻ ഏതാണ്? പുഷ്. നെക്സ്റ്റ് മൂവിങ് എ ലോഡഡ് കാർ. ഒരു വെയിറ്റ് ഉള്ള ഒരു എന്താണ് ഒരു കാർട്ട് മൂവ് ചെയ്യുന്നത്. കാള അതിനെ വലിക്കുകയാണ് ചെയ്യുന്നത്, ആ കാർട്ടിനെ വലിക്കുകയാണ് ചെയ്യുന്നത്, പുള്ളിങ്. അവിടുത്തെ ആക്ഷൻ പുള്ളാണ്. സെവൻത് വൺ ഓപ്പണിംഗ് എ ഡ്രോയർ. ഒരു ഡ്രോയർ ഓപ്പൺ ചെയ്യുന്നത് നമ്മൾ വലിക്കുകയാണ് ചെയ്യുന്നത്, പുള്ളിങ്. അവിടുത്തെ ആക്ഷൻ പുൾ. ഓക്കെ, റൈറ്റ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. In science, a push or a pull on an object is called force. സയൻസിൽ ഒരു പുഷ് അല്ലെങ്കിൽ ഒരു പുൾ, ഒരു ഒബ്ജക്റ്റിനെ പുഷ് ചെയ്യുന്നതോ പുൾ ചെയ്യുന്നതോ ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. Thus we can say that the motion imparted to object was due to the action of a force. ഒരു ഫോഴ്സിന്റെ റിസൾട്ട് ആയിട്ടാണ് ഒരു ഒബ്ജക്റ്റിന് മോഷൻ ഉണ്ടാകുന്നത്. We can say that the motion imparted to objects was due to the action of a force. ഒരു അനങ്ങാതിരിക്കുന്ന ഒരു വസ്തുവിന് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ തട്ടുന്ന സമയത്താണ് അതിന് മൂവ്മെന്റ് നടക്കുന്നത്. മോഷൻ മീൻസ് മൂവ്മെന്റ്. A push or a pull on an object is called a force. We can say that the motion imparted to object was due to the action of force. ഫോഴ്സ് അപ്ലൈ ചെയ്താലേ മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് ഫോഴ്സസ് ആർ ഡ്യൂ ടു ആൻ ഇന്ററാക്ഷൻ. ഇന്ററാക്ഷൻ വഴി ഉണ്ടാകുന്ന ഫോഴ്സ്. സപ്പോസ് എ മാൻ ഈസ് സ്റ്റാൻഡിങ് ബിഹൈൻഡ് എ സ്റ്റേഷനറി കാർ. സ്റ്റേഷനറി കാർ എന്ന് പറഞ്ഞാൽ നിർത്തിയിട്ടിരിക്കുന്ന അനങ്ങാതെ നിൽക്കുന്ന ഒരു കാർ, അതിന്റെ പുറകിൽ ഒരാൾ നിൽക്കുകയാണ്. യു ക്യാൻ സീ ഇൻ ദ പിക്ചർ. Will the car move due to his presence? ആൾ അവിടെ നിന്നാൽ കാർ മൂവ് ചെയ്യോ? No. Suppose the man now begin to push the car. കാറിനെ പുഷ് ചെയ്യാണ്. That is, he applies a force on it. പുഷ് ചെയ്യാന്ന് പറയുമ്പോൾ അയാൾ എന്താ ചെയ്യുന്നത്? ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. The car may begin to move in the, അപ്പൊ എന്ത് ചെയ്യും? കാറ് മൂവ് ചെയ്യാൻ തുടങ്ങും in the direction of the applied force. എങ്ങോട്ടേക്കാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തത്? അതിൽ പിക്ചറിൽ കാണുന്നുണ്ട് കാറിന്റെ ഫ്രണ്ടിലേക്കാണ് പുഷ് ചെയ്യുന്നത്. അപ്പൊ കാറിന്റെ മൂവ്മെന്റ് എങ്ങോട്ടേക്ക് തന്നെയായിരിക്കും? ഫ്രണ്ടിലേക്ക്. എവിടേക്കാണോ ഫോഴ്സ് അപ്ലൈ ചെയ്തത് ആ ഡിറക്ഷനിൽ എന്ത് ചെയ്യും? മൂവ് ചെയ്യും. നോട്ട് ദാറ്റ് ദ മാൻ ഹാസ് ടു പുഷ് ദ കാർ ടു മേക്ക് ഇറ്റ് മൂവ്. അനദർ പിക്ചർ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഈ പിക്ചറിൽ പുഷ് ചെയ്യാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്യാണ്. ഈ പിക്ചറിൽ പുൾ ചെയ്യാണ്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് പുൾ ചെയ്യാണ്. Okay, figure 11.3 shows that there are situations that may be familiar to you. നമ്മളൊക്കെ ചെയ്യുന്ന സിറ്റുവേഷൻ ആണ്. Can you decide who is pulling and who is pushing in these cases? ആരാ പുഷ് ചെയ്യുന്നത്, ആരാ പുൾ ചെയ്യുന്നത്? In figure 11.3a, both the girls appear to push each other, while the pair of girls in figure 11.3 are trying to pull each other. First picture രണ്ട് ഗേൾസും അങ്ങോട്ട് ഒരേപോലെ പുഷ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പിക്ചറിൽ രണ്ട് ഗേൾസും പുൾ ചെയ്യാണ് ചെയ്യുന്നത്. 11.3b are trying to pull each other. Similarly, the cow and the man in figure 11.3c appear to pull each other. ഈ പിക്ചറിൽ എന്താണ്? രണ്ട് പേരും, കൗ അങ്ങോട്ടേക്ക് പുൾ ചെയ്യുന്നുണ്ട്, ഈ മാൻ എന്ത് ചെയ്യുന്നുണ്ട്? ബാക്കോട്ടേക്ക് പുൾ ചെയ്യുന്നുണ്ട്. From these examples, we can infer that at least two objects must interact for a force to come into play. അപ്പോൾ ഈ എക്സാമ്പിൾസ് എന്താ മനസ്സിലായത്? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ രണ്ട് ഒബ്ജക്ട്സിന്റെ ഇന്ററാക്ഷൻ ഉണ്ടാവണം. We can infer that at least two objects must interact for a force to come into play. ഇപ്പൊ ഈ പിക്ചറിൽ ഇപ്പം കൗ അയാള് കയറ് കെട്ടി വലിക്കുന്നുണ്ട്. ഇവിടെ കൗ ഇല്ലെങ്കിൽ അയാൾ വലിക്കുന്നതിന് കാര്യമുണ്ടോ? അപ്പൊ രണ്ട് ഫോഴ്സ്, രണ്ട് ഒബ്ജക്റ്റ് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ, ഇന്ററാക്ഷനിലൂടെ മാത്രമേ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ.
Okay. Next, another activity, exploring force. Exploring force. Activity 11.2. Choose a heavy object like a table or a box. ഇതുപോലത്തെ ഒരു ടേബിൾ അല്ലെങ്കിൽ ഒരു ബോക്സ് which you can move only by pushing hard. നന്നായിട്ട് പുഷ് ചെയ്താൽ അതിനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. Try to push it all by yourself. Can you move it? Yes. Now ask one of your friends to help you in pushing it in the same direction. അപ്പൊ നമുക്ക് വലിയ ബോക്സ് ആകുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ മൂവ് ചെയ്യിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ നിൽക്കുന്ന അതേ ഡിറക്ഷന് നമ്മളെ കൂടെ ഒരാളും കൂടെ പുഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് ഈസ് ഈസിയർ ടു മൂവ്. ഈസി ആയിട്ട് അതിനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. അപ്പൊ എന്താണ് ഫോഴ്സ് നമ്മൾ കൊടുക്കുന്ന അതിനോടൊപ്പം തന്നെ സെയിം ഫോഴ്സ് അവിടെ വരുന്നുണ്ട്. Now push the same object. ഈ സെയിം ഒബ്ജക്റ്റിന് പുഷ് ചെയ്യുക, ബട്ട് ആസ്ക് യുവർ ഫ്രണ്ട് ടു പുഷ് ഇറ്റ് ഫ്രം ദ ഓപ്പോസിറ്റ് സൈഡ്. നിങ്ങൾ ഇവിടെ നിൽക്കുകയാണ്, നിങ്ങളുടെ ഫ്രണ്ട് ഈ സൈഡിൽ നിന്നാൽ, ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാൽ ഡസ് ദ ഒബ്ജക്ട് മൂവ്? ഒബ്ജക്ട് മൂവ് ചെയ്യോ? നോ. If it does, note the direction in which it moves. Can you guess which one of you is applying a larger force? അപ്പൊ എന്താണ്, സെയിം ഡിറക്ഷനിൽ നിന്നാലേ മൂവ് ചെയ്യുള്ളൂ. ഇതിപ്പം ഇങ്ങനത്തെ ഡിറക്ഷനിൽ നിൽക്കുന്ന സമയത്ത് രണ്ട് സൈഡിലും ഒരേ വെയിറ്റ് ഉള്ള ആളാണ് നിൽക്കുന്നതെങ്കിൽ എന്താണ്, ബോക്സ് ഡസ് നോട്ട് മൂവ് ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ വെയിറ്റ് കുറവും ഇവിടെ വെയിറ്റ് കൂടുതലുള്ള ആളാണ് നിൽക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ബോക്സിനെ ഈ സൈഡിലേക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ്, the rope may not move if the two teams pull it with equal force. നമ്മൾ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, റോപ്പ് മൂവ് ചെയ്യിക്കുന്ന ഗെയിം ഒക്കെ കണ്ടിട്ടുണ്ട്. രണ്ട് സൈഡിലും ഒരേ വെയിറ്റ് ഉള്ള ആൾക്കാരാണ് നിൽക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കില്ല? ഈ റോപ്പ് മൂവ് ചെയ്യില്ല, അതേപോലെ തന്നെ നിൽക്കും. ഡസ് നോട്ട് മൂവ്. റോപ്പ് എന്താവില്ല? മൂവ് ചെയ്യില്ല. Is it not similar to the situation which in figure 11.3b, the team that pulls harder, that is apply a larger force, finally win the game. ഇപ്പൊ ഇവിടെ ഇപ്പൊ 3 കുട്ടികളാണുള്ളത്, ഇവിടെ 3 ചിൽഡ്രൻ ആണുള്ളത്. ഒരേ വെയിറ്റ് ഉള്ള കുട്ടികളാണുള്ളതെങ്കിൽ ഇത് മൂവ് ചെയ്യില്ല. ഇവിടെ നല്ല വെയിറ്റ് ഉള്ള ആൾക്കാരും ഇവിടെ വെയിറ്റ് കുറവുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ റോപ്പ് മൂവ് ചെയ്യും. വെയിറ്റ് കൂടുതലുള്ള ആളുടെ ഭാഗത്തേക്ക് റോപ്പ് മൂവ് ചെയ്തിട്ട് ആ ടീമാണ് വിൻ ചെയ്യുന്നത്. What do these examples suggest about the nature of force? Force applied on an object in the same direction add to one another. ഫോഴ്സ് അപ്ലൈഡ് ഓൺ ആൻ ഒബ്ജക്ട്, ഒരു ഒബ്ജക്റ്റിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് സെയിം ഡിറക്ഷനിലാണെങ്കിൽ ആഡ് ടു വൺ അനദർ. അതായത് ഈ പിക്ചറിൽ കണ്ടിട്ടുണ്ട്, ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്തു, സെയിം ഡിറക്ഷനിലാണ് രണ്ട് കുട്ടികളും ഫോഴ്സ് അപ്ലൈ ചെയ്തത്. സെയിം ഡിറക്ഷനിൽ അപ്ലൈ ചെയ്ത സമയത്ത് രണ്ടാളുടെയും കൂടെ ഫോഴ്സ് ആഡ് ചെയ്യുന്നതിന്റെ അതാണ് അവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഫോഴ്സുകൾ ഒരേ ഡിറക്ഷനിലാണെങ്കിൽ രണ്ടുപേരുടെയും കൂടെ ഫോഴ്സ് ആഡ് ചെയ്യും. സെയിം ഡിറക്ഷനിലാണെങ്കിൽ രണ്ടുപേരുടെയും ഫോഴ്സ് സബ്ട്രാക്ട് ചെയ്യും. വെയിറ്റ് കൂടുതലുള്ള ആള് എന്ത് ചെയ്യും? വിൻ ചെയ്യും. ഓക്കെ. Force applied on an object in the same direction add to one another. സെയിം ഡിറക്ഷനിലാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഇപ്പം ഫോഴ്സ് അപ്ലൈ ചെയ്തു, ഈ 3 കുട്ടികളും വലിച്ചു, ഇവിടേക്കാണ് ഇപ്പൊ ജയിച്ചതെങ്കിൽ ഈ 3 കുട്ടികളും ആഡ് ചെയ്ത ഫോഴ്സ് എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഇവിടെ ഇപ്പൊ 2 ടീമുണ്ട്, അപ്പൊ ഇവരുടെ ഫോഴ്സും ഇവരുടെ ഫോഴ്സും കൂടെ എന്ത് ചെയ്യും? സബ്ട്രാക്ട് ചെയ്തിട്ട് ആരാണോ കൂടുതൽ ഫോഴ്സ് കൊടുത്തത് അവിടേക്കാണ് റോപ്പ് മൂവ് ചെയ്യുന്നത്. Okay, if the two forces act in the opposite direction on an object, the net force acting on it is the difference between two forces. അപ്പോൾ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് മൈനസ് ചെയ്ത് കിട്ടുന്നതാണ്. സെയിം ഡിറക്ഷനിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ. Recall that in the tug of war, when two teams pull equally hard, the rope does not move in any direction. അപ്പൊ നമ്മൾ ആ റോപ്പിന്റെ ഒരു ഇത് പറയുന്നുണ്ട്. ഒരു വാറിൽ 2 teams pull equally hard, രണ്ട് ടീമും ഒരേ ഹാർഡ്നെസ്സോട് കൂടിയിട്ടാണ്, ഒരേ ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ റോപ്പ് എന്ത് ചെയ്യുന്നില്ല? മൂവ് ചെയ്യുന്നില്ല. Okay, here another term, magnitude. The strength of a force is usually expressed by its magnitude. ഒരു ഫോഴ്സിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എക്സ്പ്രസ് ചെയ്യുന്നത് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. ഒരു ഫോഴ്സിന് എന്തുണ്ട്? ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. The strength of a force is usually expressed by its magnitude. In general, more than one force may be acting on an object. However, the effect on the object is due to the net force acting on it. ജനറൽ ആയിട്ട് പറയുന്ന സമയത്ത്
മോർ ദാൻ വൺ ഫോഴ്സ്, ഒരു ഫോഴ്സിൽ കൂടുതൽ അവിടെ ഒരു ഒബ്ജക്റ്റിന് മുകളിൽ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൗവർ ദ ഇഫക്റ്റ് ഓൺ ദ ഒബ്ജക്ട് ഇസ്, അവിടുത്തെ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇസ് ഡ്യൂ ടു ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്. അവിടുത്തെ എഫക്റ്റ് എന്ന് ആ ഒബ്ജക്റ്റിന് അപ്ലൈ ചെയ്തിട്ടുള്ള ഫോഴ്സിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് നെറ്റ് ഫോഴ്സ് ആയിരിക്കും. ഹൗ ദ എഫക്റ്റ് ഓൺ ദ ഒബ്ജക്ട് ഇസ് ഡ്യൂ ടു ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്. ഓക്കെ, താങ്ക് യു.